പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് നന്മ ആഗ്രഹിക്കുന്നതുമാതിരി തന്നെ എല്ലാ ആളുകൾക്കും, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും, അതാരാവട്ടെ എങ്ങനെയുള്ള ആളാവട്ടെ, എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലാകെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് മാത്രം നന്മയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. അത് എങ്ങനെയും ബുദ്ധിയല്ല. ആത്മീയമായി ചിന്തിക്കുമ്പോൾ തീരെ ശരിയാവൂല. ഭൗതികമായി ചിന്തിച്ചാൽ അത്രയും ശരിയാവൂല. എന്തുകൊണ്ടെന്നാൽ, ആദ്യം ഭൗതികമായിട്ടുള്ള കാര്യം പറയാം. ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നൊരു മൈൻഡുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലാകെ എല്ലാവരെയും കണക്റ്റ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് മൈൻഡുണ്ട്. അങ്ങനെയാണ് അതിനെ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മോഡേൺ ആയിട്ടുള്ള പണ്ഡിതന്മാർ അതിനെ അങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത്. ഈ കളക്റ്റീവ് മൈൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവർക്കൊക്കെ ആഗ്രഹിക്കുന്ന എന്താണോ അത് തന്നെയാണ് നമ്മളിലേക്കും വന്നു ചേരുന്നത്. കർമ്മഫലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കർമ്മഫലം വളരെ സത്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കുഴപ്പവും അവർക്ക് അവർക്ക് ന്യൂനതയും അവർക്ക് നെഗറ്റീവും ആഗ്രഹിച്ചിട്ട് നമ്മൾക്ക് മാത്രം പോസിറ്റീവ് ഉണ്ടാവുക, അങ്ങനെ നടക്കൂല. അങ്ങനെ ആരും സ്വപ്നം കാണണ്ട. എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക. ലോകത്താകെ ശാന്തിയും സമാധാനവും പകരാൻ ശ്രമിക്കുക. അത് പടരാൻ വേണ്ടി ആഗ്രഹിക്കുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി, സമ്പൽ സമൃദ്ധി ദുനിയാവിലാകെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അത് തന്നെയായിരിക്കും നമുക്കും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു നല്ല മനസ്ഥിതി വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാലികമായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഈ അടുത്ത് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. അപ്പോൾ ഇത് നടത്തിയത് പിടിക്കപ്പെട്ടല്ലോ, നടത്തിയ ആളെ പിടിക്കപ്പെട്ടു. അപ്പോൾ അവര് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ആത്മീയത ഒരിക്കലും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് തീർത്തും അവരെ നരകത്തിലേക്ക് കടത്തുന്ന രീതിയിലുള്ള കുറ്റങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. നിരപരാധികളെ കൊന്നൊടുക്കുക പോലത്തെ കാര്യങ്ങൾ വൻ കുറ്റമാണ്. അതിലാർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ ഭരണകൂടം എന്ന് പറയുന്നത്, ഭരണകൂടത്തിൻ്റെ ഒന്നിച്ച് നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്. ഭരണം എന്ന് പറയുന്നത് ഒരു നാട്ടിനെ നന്നാക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ മെയിൻ നെടും തൂണാണ് ഭരണം എന്ന് പറയുന്നത്. ഭരണകർത്താക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കഴിയുന്നങ്ങനെ ഭാഗവാക്കാകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തീർത്തും തെറ്റാണ്. അത് എല്ലാവരും അറിയുന്ന വിഷയം തന്നെയാണ്. നോക്ക് നിങ്ങൾ എന്തുമാത്രം അനർത്ഥങ്ങൾ, എന്ത് സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകുന്നത്. ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആളുകളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി കാരണമാകുന്നു. പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ചവർക്ക് ട്രെയിനിലും മറ്റും യാത്ര ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാകുന്നു. അവരെ സംശയത്തോടുകൂടെ മറ്റുള്ള ആളുകൾ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത്, എന്തിനാണ് പൊതുമുതൽ നശിപ്പിക്കുന്നത്, ആരാണ് ഇതിന് പ്രചോദനം നൽകുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റായ നയത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോപ്പഗണ്ടയാണ്. തീർച്ചയായിട്ടും ഇതിനെ സമൂഹം ഒന്നാകെ ചെറുത്തു തോൽപ്പിക്കണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എല്ലാവരും അവർക്കാവുന്ന രീതിയിൽ പൊതു ഇടങ്ങളിലൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. അതേപോലെ സംഘടനാ തലത്തിലൊക്കെ അതിനെതിരെ പ്രമേയം പാസ്സാക്കുകയും അതിനെ അപലപിക്കുകയും ഒക്കെ ചെയ്യുന്ന സാർവത്രികമായ നീക്കങ്ങൾ ഉണ്ടാകണം. പണ്ഡിതന്മാരുടെ അടുത്തു നിന്നൊക്കെ അതിനു വേണ്ടിയുള്ള സാർവത്രികമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവണം. കാരണം ഇത് സമൂഹം ഇതിനൊരിക്കലും, അല്ലെങ്കിൽ സമുദായം ഇതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയത ഒരിക്കലും ഇതിനെ പിന്താങ്ങുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ആ ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ആവണം. ഇതാണ് സ്ഥിതി, ഇതാണ് യഥാർത്ഥം എന്ന്. അപ്പോൾ റിയാലിറ്റി എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ നമുക്കെല്ലാവർക്കും ആവണം.
എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക എന്നുള്ള ഒരു വളരെ നല്ല ഒരു കൺസെപ്റ്റിലേക്കും ആശയത്തിലേക്കും നമ്മൾ വരണം. അത് നമ്മൾക്കും നന്മ കിട്ടാൻ വേണ്ടി, അതായത് ആർക്കും കിട്ടാത്ത നന്മ നമുക്ക് മാത്രമായിട്ട് കിട്ടൂല, അത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആത്മീയ ജ്ഞാനം കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഭൗതികമായിട്ട് ശരിക്കും ഒരുപാട് പഠിച്ചിട്ടുണ്ടാകാം അത്തരം ആളുകൾ, പക്ഷേ അവർക്ക് ആത്മീയ തേജസ്സില്ല. ആത്മീയമായി അവർക്കുള്ള അവബോധം വളരെ വളരെ കുറവാണ്, വളരെ ലോ ആണ്. നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 0-യിലും താഴെയായിട്ട് കാണാം. ഏതെങ്കിലും ഒരു മാപിനി ഉണ്ടെങ്കിൽ അത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 0-യിലും താഴെയായിരിക്കും അവരുടെയൊക്കെ ആത്മീയ ബോധം, ആത്മീയ തേജസ് അത്രയും താഴെയായിരിക്കും. 100% ഉറപ്പാണ്. ദുനിയാവിലാകെ മസ്ലഹത്ത്, നന്മ, യോജിപ്പും രഞ്ജിപ്പും നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ എങ്ങനെയെങ്കിലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റവനെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവന് മോശം വരുത്തുക, ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. അവനെന്ന് പറഞ്ഞിട്ട് ഒരു ജീവിക്ക് പോലും, ഒരു ജീവനെ പോലും തഅദീബുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവിനെ ബുദ്ധിമുട്ടാക്കുക. ഇപ്പോൾ ഒരു ചെതൽപുറ്റ്, നമ്മളെ വീട്ടിൽ ചെതലുണ്ടായാൽ നമ്മൾ അതിനെ പുറത്താക്കും. അത് നമ്മൾക്ക് അവിടെ താമസിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അത് ഒരു ന്യായമായ കാര്യം. പക്ഷെ അതേ അവസരത്തിൽ കാട്ടിൽ പോയിട്ട് ഒരു ചെതൽപുറ്റിന് തീയിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൻ പാപമാണ്, വലിയ കുറ്റമാണത്. മെതുവായി, വളരെ മൃദുവായി ഭൂമിയിലൂടെ നടന്നു പോകണം എന്നാണ് പറഞ്ഞത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. എത്രമാത്രം ഹദീസുകൾ വിഷയകമായിട്ടുണ്ട്, എത്രമാത്രം ഖുർആൻ വചനം വിഷയകമായിട്ടുണ്ട്. പക്ഷെ ആളുകൾ ഇത് വേണ്ടങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമിയിലൂടെ നിങ്ങൾ വളരെ ലോലമായി നടന്നു പോവുക എന്ന് പറഞ്ഞിട്ട് ഖുർആനില്ലേ. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടൊന്നും ആക്കണ്ടാന്ന്, ആരെയും വെറുപ്പിക്കണ്ടാന്ന്, നമ്മൾ നന്മ മാത്രം സ്പ്രെഡ് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. ഖുർആൻ എന്താ പറഞ്ഞത്? വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. ഭൂമിയിലൂടെ മെതുവായി നടന്നു പോകുന്നവരാണ്, വിനയാന്വിതരായി നടന്നു പോകുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ എന്നാണ്. അപ്പോൾ ഒരു കർക്കശമായ സമീപനം സ്വീകരിക്കാൻ ഒരിക്കലും അയാൾക്ക് കഴിയില്ലല്ലോ, അങ്ങനെ കഴിയില്ല. വഇൻ കുന്ത ഫളൻ ഗലീളൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക് എന്ന് ഖുർആനിലുണ്ട്. നബിയെ, തങ്ങൾ ഒരു കർക്കശ സ്വഭാവക്കാരനും പിടിവാശിക്കാരനുമായിരുന്നെങ്കിൽ സഹാബികളൊക്കെ തങ്ങളുടെ അടുത്ത് കൂടുമായിരുന്നില്ല, അവർ തങ്ങളിൽ നിന്ന് വിട്ടുപോകുമായിരുന്നു എന്ന്. അപ്പോൾ അത്ര വളരെ സമൂഹത്തോടും ജനങ്ങളോടും സ്വീകരിക്കേണ്ടത് വളരെ വിനയത്തോടുകൂടെയുള്ള സമീപനമാണ്. അതാരാണെങ്കിലും, നമ്മളെ അയൽവാസികളാണെങ്കിലും ഒക്കെ അവർക്ക് നമ്മളുടെ ഗുണമാണ് കൊടുക്കേണ്ടത്, നമ്മളുടെ നന്മയാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. എല്ലാവരും, എല്ലാ സമൂഹവും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഭൂമിയിൽ ഒന്നാകെ നന്മ പടരുന്നത് നമ്മൾക്കും അതിൻ്റെ ഭാഗം കിട്ടാനും നമ്മളും അതിൻ്റെ ഭാഗമായി ജീവിക്കാനും ഒക്കെ ഇടവരുത്തും. ഇതൊക്കെ വളരെ സത്യമായ വസ്തുതയാണ്. കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഹദീസിൽ എന്താ പറഞ്ഞത്? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഖൈർ പറഞ്ഞോ, ഔ ലിയസ്മുത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പറയുന്നുണ്ടെങ്കിൽ നന്മ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. തിന്മ ആർക്കെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ഇത്തരം നന്മകൾ നമ്മൾ തീർച്ചയായിട്ടും ഈ സെൽഫ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കോഴ്സിലും ഒക്കെ പഠിപ്പിക്കുന്ന ഇത് തന്നെയാണല്ലോ. നന്മ മനസ്സിലേക്ക് കടത്തിവിടുക, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നന്മ കടത്തിവിടുക. ആ നന്മ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും, നമ്മളുടെ എക്സ്പീരിയൻസ് ആകും, അത് നമ്മളുടെ അനുഭവങ്ങളിലേക്ക് അത് വരും. അതിനു വേണ്ട പ്രാക്ടീസൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. എല്ലാവർക്കും നന്മയും നല്ല കാര്യങ്ങളും ആശംസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല നിലവാരത്തിലേക്ക്, അത് നമ്മളുടെ സോൾ, നമ്മളുടെ ആത്മാവ് ഉന്നതമായ തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഒരു നല്ല ആൾക്ക് മാത്രമേ മറ്റുള്ളവർക്കും കൂടെ നന്മ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിച്ച് നോക്കുക. സാഹിബുൽ ബൈത്തി അദ്റാബി മാഫിഹി എന്നല്ലേ, അവനവന് ആണ് അവനവനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക. മറ്റുള്ളവർക്കും കൂടെ നന്മ, അതാരായിക്കോട്ടെ, ആര് എന്നുള്ളത് വിഷയമല്ലല്ലോ, ഏത് ജാതിയോ ഏത് മതമോ ആരോ കറുത്തോനോ വെളുത്തോനോ അങ്ങനെയൊന്നും വിഷയമല്ല. എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, ഒരു പക്ഷി വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ, അതിന് ദാഹം മാറുന്നത് കാണുമ്പോൾ പോലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വലിയ നന്മയിലേക്ക് ഉയരണം. അപ്പോൾ അങ്ങനെ ഉയരുന്നുണ്ടോ നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ആത്മാവ് ഉന്നതമായ നിലവാരം പുലർത്തുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല. ദുനിയാവിലും പരാജയപ്പെടേണ്ടി വരില്ല, ആഖിറത്തിലും പരാജയപ്പെടേണ്ടി വരില്ല. ഇങ്ങനെയുള്ള നല്ല നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈയിടെയായിട്ട് നിങ്ങളും ആ വാർത്ത കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. ഒരച്ഛൻ മകനെ അടിച്ചു കൊന്നു. അപ്പോൾ അത് സാധാരണ ഇപ്പോൾ ഒരാൾ കൊന്നു, ഒരാൾ മരിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ആരാണെങ്കിലും എല്ലാവരും അതിൽ ബേജാറാവുകയും അതിന് അനുശോചനം രേഖപ്പെടുത്തുകയും അതിൽ ദുഃഖം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ ഉള്ളത്. അങ്ങനെയാണല്ലോ വേണ്ടതും. പക്ഷെ ഈ വിഷയത്തിൽ മാത്രം എല്ലാവരും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. മകൻ മരിച്ചത് നന്നായി എന്ന് പറയുന്നു, കൊന്നത് നന്നായി എന്ന് പറയുന്നു, ആശംസകൾ അർപ്പിക്കുന്നു, പൂച്ചെണ്ടുകൾ എറിയുന്നു. ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം. ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ നോക്ക് എന്തുമാത്രം ഗൗരവമാണ് ആ വിഷയത്തിനുള്ളത് എന്ന്. ഒരു മോൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്നയാളാണ്. കാറ്ററിംഗ് സർവീസൊക്കെ നടത്തി അധ്വാനിച്ച് ജീവിക്കുന്നയാളാണ്. ബുദ്ധിമുട്ടി എന്നല്ല, അധ്വാനിച്ച് ജീവിക്കുന്നയാളാണ്. അപ്പം അധ്വാനിച്ച് സമ്പാദിച്ച് ജീവിക്കുന്നയാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഓരോ പൈസയുടെ മൂല്യം ശരിക്കും അറിയാം. മകന് ആഡംബര ജീവിതം സ്വപ്നം കാണുന്നയാളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മോന് എനിക്ക് ആഡംബര ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ലോണൊക്കെ എടുത്തിട്ട് 12 ലക്ഷത്തിൻ്റെയോ അങ്ങനെ എന്തോ ബൈക്കൊക്കെ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി മോന്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്ന ഇതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാകുന്നതല്ലേ. കുറച്ച് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയും അങ്ങനെ. അപ്പോൾ ഒരു കൺട്രോൾ വെച്ചില്ല എന്നും മനസ്സിലാവുന്നുണ്ട് ഏതായാലും. അപ്പോൾ അങ്ങനെ ബൈക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷം മോന് പറഞ്ഞു കാറ് വേണം, കാറ് എനിക്ക് വാങ്ങിത്തരണം, ആഡംബര കാർ, എത്ര 50 ലക്ഷത്തിൻ്റെ അങ്ങനെ ആഡംബര കാർ എനിക്ക് വാങ്ങിത്തരണം. അച്ഛൻ പറഞ്ഞു അതിനുള്ള സാഹചര്യം അല്ലാല മോനെ ഇപ്പോൾ എന്ന്. പക്ഷെ മകൻ വിട്ടില്ല. മകൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം എനിക്കത് കിട്ടിയിരിക്കണം, അന്ത്യശാസനം നൽകി. അങ്ങനെ വീട്ടിൽ കുഴപ്പമുണ്ടായി, വഴക്കുണ്ടായി, വക്കാണം ഉണ്ടായി. അതിൻ്റെ ഇടയിൽ അച്ഛൻ എന്തോ എടുത്തടിച്ച് മരിച്ചു. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. അപ്പം ഏതായാലും സംഭവം ദുഃഖകരമാണ്. പക്ഷെ അതേ അവസരത്തിൽ ഇതിൽ നിന്ന് മറ്റുള്ള ആളുകൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോനെ ഒരച്ഛൻ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മോൻ അത്രയും മോശമായി എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. പിന്നെ അങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അത് അവരെ കുറിച്ച് പറയുന്നതല്ല, അവരെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അവർ ആർക്കും നമ്മൾ മോശമായിട്ടൊന്നും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് മരിച്ച ആളെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ അതേ അവസരത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇത് തന്നെയാണ്. ഒരു മോനെ അച്ഛൻ കൊന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പിതാവ് ഒരു മകനെ കൊന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മകൻ അത്രയും മോശമാണെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് ഫിഖ്ഹിൽ മോനെ കൊന്ന അച്ഛന് പിന്നെ ഖിസാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖിസാസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊന്നാൽ പിന്നെ തൂക്കുകയറല്ലേ, വധശിക്ഷയല്ലേ കിട്ടുക. വധശിക്ഷ കിട്ടൂല എന്ന് അച്ഛന്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് വിശദീകരിച്ചിടത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അത്രയും മോശമാണെങ്കിലേ മകനെ ഒരച്ഛന് കൊല്ലാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഇത് മക്കൾക്ക് പാഠമാണ്, അച്ഛന്മാർക്ക് പാഠമാണ്, എല്ലാവർക്കും പാഠമാണ്, ഉപ്പമാർക്ക് പാഠമാണ്, മക്കൾക്ക് പാഠമാണ്, എല്ലാവർക്കും പാഠം തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഡംബരമായിട്ട് അങ്ങനെ സ്വപ്നം കാണാനോ അതിന് രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കാനോ ഒരു മക്കളും തുനിയാൻ പാടില്ല എന്നുള്ളതാണ് മക്കൾക്ക് നൽകുന്ന സന്ദേശം. രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം രീതികളുമായിട്ട് മക്കൾ വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഒരു സ്റ്റെപ്പ് അവർ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ വരും. അപ്പോൾ ആദ്യം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ ശരിയായ രീതിയിലേക്കും നല്ല നിലപാടിലേക്കൊക്കെ അവരെ എത്തിക്കേണ്ടതും കൂടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. കാരണം തർബിയത്തുൽ ഔലാദ്, മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറയുന്നതും ആരുടെ ഉത്തരവാദിത്വം തന്നെയാണ്? മക്കളുടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആ മൊഡ്യൂൾ ചെയ്ത് എടുക്കണം. തെറ്റായ രീതിയിലേക്ക് അവർ പോകാൻ കാരണമാകുന്ന രീതിയിൽ അവരെ സാമ്പത്തികമായി ബൂസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഉറവിടം ഇത് എത്രമാത്രം അധ്വാനിച്ച് കിട്ടുന്നതെന്ന് അവർ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. മനസ്സിലാക്കുന്ന മക്കളും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു സ്കൂളിൽ ചെറിയൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ട് എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ ഈ കുട്ടി മാറി ഇരുന്നിട്ട് അത് ഇങ്ങനെ നൂല് കൊണ്ടോ മറ്റോ തുന്നിക്കെട്ടിയിട്ട് ഇടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ എല്ലാം കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ചെറിയ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മോൻ, ആ മോന് വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ചെരുപ്പ് പൊട്ടിയപ്പോൾ മുണ്ടും പുതിയ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പറയുന്നില്ല.
പകരം സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത് എല്ലാവരും കളിക്കുമ്പോൾ മാറി ഇരുന്നിട്ട് ചെരുപ്പ് തുന്നിക്കൂട്ടുകയാണ്, അത് ഇട്ട് പോകാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ടീച്ചർ ഓന് വേറെ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു എന്നൊക്കെയാണ് അതിലെ ന്യൂസ്. അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനെ മനസ്സിലാക്കി വളരുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ മക്കളും ഇത് അവർക്ക് ഒരു പാഠമാകണം. രക്ഷിതാക്കളെ ഫൈനാൻഷ്യലി വളരെയധികം പ്രഷർ ചെയ്യുന്ന രീതിയിൽ, അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യമൊന്നും ആവശ്യപ്പെടാനൊന്നും പാടില്ല. അതൊക്കെ വലിയ അനർത്ഥങ്ങളിലേക്കും വേണ്ടാത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുചെന്നെത്തിക്കും. അള്ളാഹു എല്ലാവർക്കും നന്മയും ബറക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ.